ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിസ്മസ് ഈവിലേക്ക് സ്വാഗതം. അപ്പോൾ സേതുവാണേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ ചർച്ചിൻ്റെ പുറവും ആകും ഒക്കെ അവർ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ് വീണ് കിടക്കുന്നു, ലൈറ്റ് കത്തുന്നു. അപ്പോൾ നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ അങ്ങനെ അധികം കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കയറുന്നത്. സത്യത്തിൽ അവിടെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും വരാറില്ല, അതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പുൽക്കൂടൊന്ന് കാണാം. അടിപൊളിയായിട്ടാണ് കേട്ടോ പുൽക്കൂട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു പശുക്കൂട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാലിത്തൊഴുത്തെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈശോയും അതുപോലെ ബാക്കി അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീ, അതും ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മളൊരു വണ്ടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയായിട്ട് എല്ലായിടത്തും പോകും, എല്ലാവരെയും കാണും, എല്ലാവർക്കും വിഷ് ചെയ്യും, സ്വീറ്റ്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കിതിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ട്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കാനുള്ള ഒരു മൂടൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യമേ തന്നെ പൊളിയായിട്ടുള്ള പാട്ടൊന്നും ഇട്ടില്ല. പതിയെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ പാട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് കറങ്ങി തുടങ്ങി. അപ്പോൾ കുട്ടികൾക്കായിട്ടങ്ങ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം നല്ല തണുപ്പുമുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ച് ശരിക്കും ഇതെനിക്ക് പുതിയ അനുഭവമാണ് കേട്ടോ. ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും പണ്ട് വീട്ടിലായിരിക്കുന്ന സമയത്ത് രാത്രിയിൽ കൊട്ടും പാട്ടും കേൾക്കുന്ന സമയത്ത് രാത്രിയിൽ ഉറക്കത്തിൽ കണ്ണും തിരുമ്മി വന്ന് ഇത് കാണുന്നതല്ലാണ്ട് ശരിക്കും എന്താണ് കരോളെന്ന് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. പോകുന്ന വഴിക്ക് ഡാൻസും കൂടെ കണ്ടാലോ? അപ്പോൾ സാൻഡയുടെ ഡാൻസ് സൂപ്പറായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും നോക്കില്ല. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് കാണും, പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കാനുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ നല്ല പുകയൊക്കെ ഇട്ട് കുറച്ച് നേരം കളിച്ചു, പിന്നെ ഡാൻസ് വീണ്ടും നമ്മൾ തിരിച്ച് ഫുള്ള് കറങ്ങിയിട്ടെത്തി. അങ്ങനെ കാണിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ ഒത്തിരി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടിരിക്കണത് തന്നെ. ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വൈൻഡിങ് അപ്പ് എന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് തിരിച്ച് പള്ളിയുടെ അവിടെ തന്നെ വന്നു. നമ്മൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. എല്ലാ ചേച്ചിമാരും നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഫുള്ള് നടിച്ച് പൊളിച്ചു. അപ്പോൾ കരോളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയും കരോളാക്കാൻ പറ്റും. നമ്മളെങ്ങനെ ബലം പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. നാളെ നമുക്ക് ഈ ഒരു സാഹചര്യം കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം മറന്നിട്ട് അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി കേക്ക് മുറിക്കും. കേക്ക് മുറിച്ചിട്ട് പിന്നെ അടുത്ത എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിരിയും കേട്ടോ. അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ പള്ളിയിൽ കയറി കളി തുടങ്ങി. അപ്പോൾ നമ്മൾ കേക്ക് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാൻഡ വരാനായിട്ട്. അപ്പോൾ വന്ന ഉടനെ സാൻഡ ഡ്രസ്സൊക്കെ മാറി, കാരണം അതൊരു നല്ല കഷ്ടപ്പാടാണല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുള്ള് നടക്കാമെന്ന്. അപ്പം ക്രിസ്മസ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അത് നമുക്ക് അടുത്തത് കേക്ക് മുറിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ സാൻഡയുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊണ്ടുവന്നിരുത്തി കേക്കൊക്കെ മുറിച്ചു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലവണ്ണം നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ കുട്ടികളാണെങ്കിലും ഇത്രയും രാത്രിയായിട്ടും 12 മണിയായിട്ടും ഒരാൾ ഉറങ്ങാതെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഒരു സ്നേഹമാണല്ലോ ശരിക്കും യേശു ജനിക്കുന്ന ദിവസം, സ്നേഹത്തിൻ്റെ ഒരു ഇതാണല്ലോ യേശു എന്ന് പറയുമ്പോൾ. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേ. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തു. നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തീയിട്ടപ്പം നല്ലൊരു സുഖമായിരുന്നു. പിന്നെ എല്ലാവരും വട്ടം കൂടിയൊക്കെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് തീയും അണച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.